ഹലോ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന ഒരു ക്ലാസ് 4-ലെ റിഞ്ചിമിലെ ഒരു ചാപ്റ്റർ ആണ്. 5th ചാപ്റ്റർ ദോസ്ത് കി പോഷാക്. ദോസ്ത് എന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ. ദോസ്ത് കി പോഷാക്. പോഷാക് എന്ന് പറയുമ്പോൾ ഡ്രസ്സിനെ പറയാം. നമ്മൾ എന്തെങ്കിലും ഡ്രസ് ഉസ്കാ പോഷാക് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടന്നെ ഒരു ഡ്രസ് സ്റ്റൈൽ എന്ന് പറയാം. एक बार नसरुद्दीन अपने बहुत पुराने दोस्त जमाल साहब से मिले. एक बार ഒരു പ്രാവശ്യം എന്തുണ്ടായി, നസറുദ്ദീൻ എന്ന് പറഞ്ഞ ആള് ഭയങ്കര ബഹുത് പുരാനെ പഴയ ഒരു കൂട്ടുകാരൻ ജമാൽ സാഹബ് സെ മിലെ. ജമാൽ സാഹബ് എന്ന് പറഞ്ഞ ഒരാളെ കണ്ടു. ഈ നസറുദ്ദീൻ अपने पुराने दोस्त से मिलकर वे बड़े खुश हुए. अपने पुराने दोस्त से അവന്റെ പഴയ കൂട്ടുകാരനെ കണ്ടിട്ട്, മിൽക്കർ എന്ന് പറയുമ്പോൾ കാണുക, വഴിയിലെ എവിടെയും കാണുക. മിൽക്കർ വേ ബഡേ ഖുഷ് ഹുവേ, ഭയങ്കര സന്തോഷം ആയി. കുച്ച് ദേർ ഗപ്ഷപ്പ് കർനെ കെ ബാദ്, കുറച്ചു നേരം, കുച്ച് ദേർ എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷണത്തിന്, ഗപ്ഷപ്പ് കർനെ കെ, ഗപ്ഷപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചുമ്മാ വർത്താനം പറയാം, പാചകടിക്കുക, വർത്താനം പറയാം, ഗപ്ഷപ്പ് മാറണം. ഒരു വലിയ ഇങ്ങനെ ചുമ്മാ ഒരു ടോക്ക് ചെയ്യുക, കൂട്ടുകാരൊക്കെ കാണുമ്പോൾ വർത്താനം പറഞ്ഞത് ഗപ്ഷപ്പ് കർനെ കെ ബാദ് കഴിഞ്ഞിട്ട് ഉन्होंने कहा चलो दोस्त मोहल्ले में घूमाए. നമുക്ക് ചലോ ദോസ്ത് വാ, കൂട്ടുകാരനോട് പറയും നമുക്ക് കോളനിയിലൊന്ന് കറങ്ങാന്ന് പറയും. മൊഹല്ല എന്ന് പറഞ്ഞാൽ കോളനിയിലാണ്. घूमाए, ഒന്ന് കറങ്ങി വരാന്ന് പറയും. जमाल साहब ने जाने से मना कर दिया और कहा अपनी इस मामूली सी पोशाक में मैं लोगों से नहीं मिल सकता. अപ്പോ जमाल साहब പറയും जाने से मना कर दिया और बोला, जमाल साहब ने जाने से मना कर दिया. അപ്പോ ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞു, അപ്പനി ഈ മാമൂലി സി പോഷാക് മേ മേ ലോഗോ സെ നഹി മിൽ സക്താ. എന്റെ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സിനെ പറഞ്ഞ മാമൂലി സ പോഷാക്, വീട്ടിലിടുന്ന ഡ്രസ്സ് പോലെയൊക്കെ, ഇതില് ഞാൻ ആൾക്കാരെ എനിക്ക് കാണാൻ പോവില്ല എന്ന് പറയും. മേ ലോഗോ സെ നഹി മിൽ സക്താ, എനിക്ക് ഈ സിമ്പിൾ ഡ്രസ്സിൽ എനിക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല എന്ന് പറയും. നസറുദ്ദീൻ ने कहा बस इतनी सी बात है, ഇത്രേ ഒരു കാര്യമുള്ളൂ. नसरुद्दीन तुरंत उनके लिए अपनी एक भड़कीली अचकन निकाल कर लाए और कहा इसे पहन लो. അപ്പോ ഈ നസറുദ്ദീൻ എന്താ ചെയ്ത്, തുരന്ത് പെട്ടെന്ന് തന്നെ ഉസ്കെ ലിയെ, ആ കൂട്ടുകാരന് വേണ്ടിയിട്ട് അപ്പനി ഏക് എന്ന് പറയുമ്പോ അവന്റെ ഒരു ഭടിക്കീലി എന്ന് പറയുമ്പോ ഭയങ്കര ഒരു ബ്രൈറ്റ് കളറുള്ള കാര്യങ്ങളെ പറയും, റെഡ്, മഞ്ഞ, അങ്ങനത്തെ അങ്ങനെ. ഭടിക്കീലി അച്കൻ നിക്കാൽക്കർ ലായർ കഹെ ലോ ഇസെ പേർ, ഇത് ഇടാൻ പറയും. ഇസ്മേ തും ഖൂബ് അച്ഛേ ലോഗോഗെ, ഇത് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. ഖൂബ് അച്ഛേ ലഗ്ന എന്ന് പറയുമ്പോ കാണാൻ ഭംഗി ഉള്ള ആൾക്കാരെ, അച്ഛാ ലഗ്ന എന്ന് പറയുമ്പോ ഭംഗി ഉണ്ട് എന്ന് പറയുന്നത്. സബ് ദേഖ്തേ രഹേംഗെ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. സബ് എന്ന് പറയുമ്പോ എല്ലാവരും, ദേഖ്തേ രഹ ജായെംഗെ, നോക്കിക്കൊണ്ടിരിക്കുന്നു നിന്നെ, അത്ര ഭംഗിയാവുന്നു. ബൺഠൻ കർ ദോനോ ഘൂംനെ നിക്കലെ, ഒരുങ്ങി കെട്ടി. ബൺഠൻ എന്ന് പറയുമ്പോ റെഡി ആവാനേ പറയാം. ബൺഠൻ എന്ന് പറയുമ്പോ ബൺഠൻ കർ ദോനോ, രണ്ടുപേരും കറങ്ങാൻ ഇറങ്ങി. ഘൂംനെ നിക്കലെ, കറങ്ങാൻ ഇറങ്ങണേനെ പറയാ ഘൂംനെ നിക്കൽന. ദോസ്ത് കോ ലേക്കർ നസറുദ്ദീൻ പടോസി കെ ഘർ ഗയാ, കൂട്ടുകാരനെ കൊണ്ട് നസറുദ്ദീൻ പടോസി കെ ഘർ ഗയാ, തൊട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി. പടോസി എന്ന് പറയുമ്പോ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്നവരെ പറയാം, നെയ്ബറിനെ. नसरुद्दीन ने पड़ोसी से कहा ये है मेरा खास दोस्त जमाल साहब. നസറുദ്ദീൻ ഈ കൂട്ടുകാരനോട് പറഞ്ഞു, ഈ പടോസിയോട് പറഞ്ഞു, ഇവനാണ് എന്റെ യേ ഹേ മേരാ ഖാസ് ദോസ്, ഇവനാണ് എന്റെ ഏറ്റവും ഒരു നല്ല ഒരു ഖാസ് ദോസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ജമാൽ സാഹിബ് എന്നാണ് ഇവന്റെ പേര് എന്ന് പറയും. ആജ് കൈ സാൽ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി. ആജ്, ഇന്ന്, കൈ സാൽ ബാദ്, കുറെ വർഷം കഴിഞ്ഞിട്ട്, കൈ സാൽ എന്ന് പറയുമ്പോൾ കുറെ വർഷം കഴിഞ്ഞിട്ട്, ഇൻസെ മുലാഖാത്ത് ഹുയി, ഇവരെ കണ്ടുമുട്ടിയത് എന്ന് പറയും. മുലാഖാത്ത് എന്ന് പറയുമ്പോ കണ്ടുമുട്ടുക എന്നും പറയാം, പെട്ടെന്ന് കുറെ നാൾ കഴിഞ്ഞ്.
वैसे तो अचकन इन्होंने पहन रखी है वह मेरी है. അപ്പൊ പറയും वैसे तो പക്ഷേ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്റെ ആണെന്ന് പറയും. यह सुनकर जमाल साहब पर तो मानो घड़ों पानी पड़ गया. यह सुनकर ഇത് കേട്ടിട്ട് ജമാൽ സാഹിബിന്റെ എന്നെയായി മനോ ഘടോ പാനി പടകിയ ഒരു 10 കുടം വെള്ളം തലയിൽ കൂടെ ഒഴിച്ച അവസ്ഥയായിരുന്നു ഈ ജമാൽ സാഹിബ് ഇത് കേട്ടോക്കെ. ഘടോ പാനി പടകിയ ലൈക്ക് ഒരു വേർഡ്. बाहर निकलते ही मुंह बनाकर उन्होंने नसीरुद्दीन से कहा. बाहर निकलते ही പുറത്ത് അവർ വീടിന്റെ പുറത്ത് ഇറങ്ങിയ ഉടൻ മൂവ് ബനാക്കർ എന്ന് പറയുമ്പോൾ അങ്ങനെ മുഖം വീർപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമില്ലാത്തൊരു മുഖം ചെയ്യിപ്പിക്കണേനെ പറയാം മൂവ് ബനാന. ഉन्होंने നസറുദ്ദീനോട് പറഞ്ഞു तुम्हारी कैसी अक्ल है, നിന്റെ ബുദ്ധി എങ്ങനെയാ? क्या यह बताना जरूरी था कि यह अचकन तुम्हारी है? क्या यह बताना जरूरी था? ഇതെന്താ പറയണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നോ ഈ ഡ്രസ്സ് നിന്റെ ആണെന്ന്? तुम्हारा पड़ोसी सोच रहा होगा कि मेरे पास अपने कपड़े है ही नहीं. तुम्हारा पड़ोसी നിന്റെ നെയ്ബർ, നിന്റെ അപ്പുറത്തെ പടോസി എന്ന് പറയുമ്പോൾ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർ, നെയ്ബർ ആലോചിക്കണ്ടായിരുന്നു. सोच रहा होगा, सोचना मीन्स ആലോചന. सोच रहा होगा कि मेरे पास എന്റെ കയ്യിൽ अपने कपड़े है ही नहीं, സ്വന്തം ഒരു ഡ്രസ്സും ഇല്ലാന്ന് അവൻ ഓർക്കുന്നുണ്ടാവും എന്ന് പറയൂ. നസ്രുദ്ദീൻ ने माफी मांगते हुए कहा गलती हो गई, अब ऐसा नहीं करूंगा. നസ്രുദ്ദീൻ ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞു, മാഫി മാങ്ങത്തെ हुए, മാഫി മാങ്ങണം എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ട് പറഞ്ഞു, ഗൽത്തി ഹുയി, തെറ്റുപറ്റി, अब ऐसा नहीं होगा, ഇനി ഇങ്ങനെ ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് अब ऐसा नहीं होगा. अब നസ്രുദ്ദീൻ ഉन्हें हुसैन साहब से मिलवाने ले गए. പിന്നെ ഇപ്പം എന്തുണ്ടായി, ഇവൻ നസ്രുദ്ദീൻ അവനെ ഈ ജമാലിനെ കൂട്ടുകാരനെ ഹുസൈൻ സാഹിബിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മിൽവാനെ ले जाना എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിസിറ്റ് ചെയ്യിപ്പിക്കാൻ. हुसैन साहब ने गर्म जोशी से उसका स्वागत सत्कार किया. ഈ ഹുസൈൻ സാഹിബ് എന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ കൂട്ടുകാരനായിരുന്നു, നെയ്ബർ ആയിരുന്നു. ഗർമ ജോഷി നല്ല ഇതോടെ ഉത്തേജനയോടെ അവനെ സ്വാഗത് സത്കാർ കിയ, ഇത് ചെയ്തു. വീട്ടിലേക്ക് എന്നെ നന്നായിട്ട് ഗസ്റ്റിന്റെ പോലെ വിളിച്ചു വരുത്തി സ്വാഗതം ചെയ്തു. जब जमाल साहब के बारे में पूछा तो नसरुद्दीन ने कहा, जब जमाल साहब के बारे में पूछा तो, അപ്പോ ഈ കൂട്ടുകാരൻ ഈ ഹുസൈൻ സാർ ജമാൽ സാഹിബിനെ പറ്റി ചോദിച്ചപ്പോ നസറുദ്ദീൻ പറഞ്ഞു, ജമാൽ സാഹബ് മേരെ പുരാനെ ദോസ്ത് ഹൈ, ഇവ എന്റെ ഒരു പഴയ കൂട്ടുകാരനാണ്. और इन्होंने जो अचकन पहनी है वह इनकी अपनी ही है. അമ്മ പറയും, ഇന്നോനെ ഇങ്ങോട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇങ്ങോരെ തന്നെയാന്ന് വെറുതെ പറയും, ചോദിക്കാതെ തന്നെ പറയും. ഇവൻ എന്റെ പഴയൊരു കൂട്ടുകാരനാണ്, ഇവൻ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഇവന്റെ തന്നെയാണ്. ജമാൽ സാബ് ഫിർ നാരാജ് ഹോ ഗए. ജമാൽ സാബ് ഫിർ നാരാജ് ഹോ ഗए. ജമാൽ സാബിന് പിന്നെ പിണങ്ങിപ്പോയി, ദേഷ്യം വന്നു. ദേഷ്യം വരെയല്ല, നാരാജ് എന്ന് പറഞ്ഞാൽ പിണങ്ങ. ബാഹർ ആക്കർ പോലെ പുറത്തു വന്നു പറഞ്ഞു, झूठ बोलने को किसने कहा था तुमसे, കള്ളം പറയാൻ നിന്നോട് ആരാ പറഞ്ഞേന്ന്? क्यों? नसरुद्दीन ने कहा, तुमने जैसा कहा मैंने वैसे ही तो कहा. അപ്പൊ നസറുദ്ദീൻ പറയും, തുമ്നെ ജൈസെ കഹ, നീ എങ്ങനെ പറഞ്ഞു, मैंने वैसे ही कहा, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു കൊടുത്തു. तुमने जैसे कहा मैंने वैसे ही तो कहा. पोशाक की बातें कहे बिना काम नहीं चलता क्या? ഈ ഡ്രസ്സിനെ പറ്റി, പോഷാക്ക് എന്ന് പറയുമ്പോൾ ഈ ഡ്രസ്സിനെ പറ്റി പറയാണ്ട് നിനക്ക് കാര്യം നടക്കില്ലേ ചോദിക്കും. പോഷാക്ക് ഈ ബാത്ത് കഹേ ബിന, ഡ്രസ്സിന്റെ കാര്യം ബാത്ത് കഹേ ബിന എന്ന് പറയാ കാര്യം പറയാതെ കാം നഹി ചൽത്താ ക്യാ, നിന്റെ കാര്യം നടക്കില്ലേ ചോദിക്കും. അപ്പോ ഉസ്കെ ബാരെ മേ നാ കഹന ഹി അച്ഛാ ഹൈ, ജമാൽ സാഹിബ് സമझായ. അതിനെ പറ്റി ഉസ്കെ ബാരെ മേ എന്ന് പറയുമ്പോൾ ഡ്രസ്സിനെ പറ്റി പറയാതിരിക്കുക നല്ലത് എന്ന് പറയും. നാ കഹന ഹി അച്ഛാ ഹൈ, പറയാണ്ടിരിക്കുക നല്ലത്. ജമാൽ സാബ് സമझായ, ജമാൽ അവനെ മനസ്സിലാക്കിപ്പിച്ചു. സംജാന എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി കൊടുക്കുക. ജമാൽ സാബ് കോ ലേക്കർ നസറുദ്ദീൻ ആകെ ബഡേ. ഈ ജമാലിനെ കൊണ്ട് നസറുദ്ദീൻ പിന്നെ ആകെ ബഡ എന്ന് പറയുമ്പോൾ മുന്നോട്ട് പോയി.
तभी एक अन्य पड़ोसी मिल गए. അപ്പോഴേക്കും एक अन्य पड़ोसी, ഒരു വേറെ पड़ोसी ने കണ്ടു, നെയ്ബറിനെ കണ്ടു. നസറുദ്ദീൻ ने जमाल साहब का परिचय उससे करवाया. അപ്പോൾ ഇയാൾ പിന്നെ ഈ ജമാൽ സാഹിബിന്റെ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. പരിചയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. मैं आपका परिचय अपने पुराने दोस्त से करवा दूं. ചോദിക്കും, ഞാൻ എൻ്റെ പഴയ കൂട്ടുകാരനോട് നിന്നെ പരിചയപ്പെടുത്തട്ടെ ചോദിക്കും. यह है जमाल साहब, ഇവരാണ് ജമാൽ സാഹിബ്. और इन्होंने जो अचकनी पहनी है उसके बारे में मैं चुप ही रहूं तो अच्छा है. കാര്യം ഇവർ ഈ ഇട്ട ഡ്രസ്സിനെ പറ്റിയിട്ട് ഞാൻ ഒന്നും പറയാണ്ടിരിക്കാൻ നല്ലതെന്ന് പറയും. അച്കനി പെഹനിയല്ലോ ഉസ്കെ ബാരെ മേ, അതിനെ പറ്റിയിട്ട് മേ ചുപ്പ് ഹി രഹൂ തോ അച്ഛ, ഞാൻ മിണ്ടാതിരിക്കുക ഏറ്റവും നല്ലതെന്ന് പറയും. അപ്പോ ഒരു വശം ഇയാള് പറയും നിന്റെ എന്ന് പറയരുതെന്ന്. അപ്പൊ അടുത്ത സ്ഥലത്ത് ഇയാള് പറയും ഇത് ജമാലിന്റെ തന്നെയാണെന്നും പറയരുതെന്ന് പറയും. അപ്പൊ അടുത്ത വശം പറയും ഇതിനെ പറ്റിയിട്ട് പറയാതിരിക്കല്ലേ ഏറ്റവും നല്ലത് എന്ന് പറയുമ്പോ മൂന്നാമത്തെ ആളെ കാണുമ്പോൾ നസറുദ്ദീൻ അതേപടി തന്നെ പറയും ഈ അച്കനി പെഹനി ഉസ്കെ ബാരെ മേ ചുപ് ഹി രഹൂ തോ അച്ഛാ ഹെ. അപ്പോഴും ഇത്രയും പറഞ്ഞിട്ടും മൂന്നാമത്തെ വശം ഈ നസറുദ്ദീൻ അതിനെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു, അതിനെ പറ്റി ഒന്നും വിഷയം പറയരുത് എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ മൂന്നാമത്തെ വശം പറയും ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് ഒന്നും പറയാതിരിക്കാൻ നല്ലതെന്ന്. അപ്പോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇവിടം വരെ ഈ ചാപ്റ്റർ ഇത് മനസ്സിലായി കാണും. ദോസ് കി പോഷാക്ക്, കൂട്ടുകാരന്റെ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള ഒരു ലെസൺ ആയിരുന്നു. ഒരു രസകരമായ ചാപ്റ്റർ ആയിരുന്നു. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും, മനസ്സിലായി കാണും. പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thanks for watching. Thank you.